അപ്പു ക്യൂട്ടേ, അപ്പു ക്യൂട്ടേ. അപ്പോൾ അമ്മേനെ നോക്ക്, ഇവിടെ നോക്കിയപ്പോൾ ഇടി പയറുമണി, നമ്മുടെ പയറുമണി ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക്. ഇതെന്താടാ, ഇതെന്താ? ജിമ്പ് കിടക്കപ്പോ കെട്ടിപ്പിടിച്ച് കിടക്കും. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, കെട്ടിപ്പിടിക്കാൻ. അയ്യോ ഒളിച്ചു പോകണ്ടോ, ഒളിച്ചു പോയാൽ എനിക്ക് കിളിയാവും. അയ്യോ കിളി കിളി കിളി. ഇതെവിടെ? ഓക്കെ ഓക്കെ. നിന്റെ കണ്ണൊന്നുമില്ല ഇതിന്. അപ്പന് പുതിയ പേരിട്ട് പയറുമണി. ഈ പയറുമണി വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ പൈലറ്റാവും അല്ലേ? അപ്പവും പൈലറ്റാവും, ജിമ്പും പൈലറ്റാവും. ഓ, എന്നിട്ട് വേണം നിങ്ങളുടെ കോട്ടയിൽ ഞങ്ങൾക്കും ഫ്ലൈ ചെയ്യാൻ. കണ്ണനും പൈലറ്റാവും കേട്ടോ. ആ, നിങ്ങൾ 3 പേരും പൈലറ്റ്സ് ആണ്. പക്ഷേ അപ്പോൾ ഡാൻസറാവും. അപ്പോൾ പൈലറ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ പഠിക്കും, ഡാൻസ് പഠിക്കും, ജിമ്പ് കരാട്ടെ പഠിക്കും. പൈലറ്റ് ആവും, പക്ഷേ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ഡാൻസ് പഠിക്കും. അപ്പോൾ ഡാൻസ് ആവും, പഠിക്കും, പൈലറ്റ് ആവും, നല്ല ഇടയ്ക്കൊക്കെ ഡാൻസ് ചെയ്യും. ജിമ്പു ഇത് എന്ത്, അയ്യോ ജിംനാസ്റ്റിക്. പിന്നെ നമ്മുടെ കണ്ണൻ ബോക്സറാവും, ബോക്സർ. പൈലറ്റിനെ ആവും, എന്നാലും ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ബോക്സർ. ജിമ്മ കിടക്കണ കേൾക്കപ്പോ എന്ത് രസല്ലേ. അയ്യോ എണീപ്പിക്കല്ല. ചേച്ചിയോട് ചോദിക്കും, ഞാനും കിടക്കട്ടെ ചോദിച്ചോക്ക്. പട്ടി പട്ടി അടിക കാണോട്ടെ, അടിക. അപ്പൊ അപ്പുവിന്റെ പണി, അപ്പു AC ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പു അപ്പൊ ജിമ്പൂര് പില്ലോ അങ്ങോട്ട് എടുത്ത് വെക്കുക, പില്ലോ നേരെ വെക്കുക. പിന്നെ ഈ പുതപ്പുകളൊക്കെ അപ്പുറത്ത് റൂമൊക്കെ കൊണ്ടുവയ്ക്കുക. അത് ജിമ്പ്. നിനക്ക് വേണ്ടേ? എനിക്ക് എന്തൊക്കെ പണിന്നറിയോ? അപ്പുന് വെച്ച പണി അത്. നിനക്ക് ഇത് എടുത്ത് വെക്കുക. ഞാൻ ഇതൊക്കെ കഴിഞ്ഞോ ഈ ബെഡില്ലേ അതൊക്കെ മടക്കി താഴേക്ക് കൊണ്ടുപോകും. സൂക്ഷിച്ചു കൂട്ടിട്ടാ. ആ റൂമിക്കന്നെ അങ്ങനെ. നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഉണ്ട്, കട്ട് ചെയ്തൊന്നുമില്ല. ജിമ്പുവിന്റെ പോയിന്റ് ഒന്ന് കുത്തനെ താഴ്ന്നു. ഞാൻ പോയിന്റ് ഇടാൻ പോവാ കേട്ടോ. ഞാൻ പോയിന്റ് ഇടാൻ പോവാണ്. നല്ല സ്ഥലം എടുത്തിട്ട് വേണ്ടിട്ടോ. പോയിന്റ് കൂടുതലായവർക്ക് ഗിഫ്റ്റ്, അവര് പറയണ ഗിഫ്റ്റ് കേട്ടാ. ഇങ്ങോട്ട് തിരിയണോ?
നല്ല കുട്ടി കേട്ടോ. അപ്പൊ താഴാപ്പിട്ടെ ചീപ്പുകളൊന്നും കാണാനില്ലടാ. അടിയിൽ എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ, അല്ലെങ്കിൽ താഴത്തേക്ക് പോവാണെങ്കിൽ. മുടി നേരെ കെട്ടിയിട്ടാണ് വെക്കാം. മുടി കെട്ടിക്കോ. അതല്ല അമ്മ ഇങ്ങനെ മുടി കെട്ടോ, എന്നിട്ട് അപ്പൊ ക്ലിപ്പ് ഇട്ടോ കേട്ടോ. അപ്പൊ നല്ല രസം ഉണ്ടാവും. ഓക്കെ, സൂപ്പറാവും. അതിന്റെ അവിടെയൊക്കെ മുടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് സ്റ്റൈലാക്കിട്ട് കേട്ടോ. അപ്പൊ നല്ല രസം ഉണ്ടാവും. ഇങ്ങനെ കെട്ടുമ്പോ മാമാട്ടിക്കുട്ടിയില്ലേ, മാമാട്ടിക്കുട്ടിയുടെ പോലെ കിട്ടും. അയ്യോ അങ്ങോട്ട് കൊണ്ടുപോല്ലേ, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു ഫുള്ളൊന്നും എത്തില്ല. ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോ. ആ ബാറ്റ് മാറ്റിക്കോ. ആ വന്നിട്ട് കളിക്കാം. ഏത് ഷൂ? ഇവിടെ എടുത്തോ. കണ്ടില്ല. ഇതൊക്കെ എടുത്തോ. തലപ്പ് മുട്ടും. മുട്ടിയില്ല. സൂക്ഷിച്ചു പോണേ. അതെ അമ്മച്ചനുണ്ട് അവിടെ. ആദ്യമ്മച്ചൻ എവിടേക്കാ പോണോ ചോദിക്കേ. ബൈ ഓം. യൂട്യൂബ് സൈൻ ഇൻ. ആ ജിംബുനോടാണ് തരാനാ പറഞ്ഞേ. അടങ്ങ് വെച്ചു കൊടുത്താൽ മതി ഒരു കയ്യില്. സെറ്റാക്കട്ടെ. അങ്ങനെ ഇത് വൈഫൈയുടെ ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇന്നലെ വൈഫൈയുടെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബ് ടി വിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ കണ്ണു ബേബി ഭയങ്കര ഹാപ്പിയാണ്. കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡാൻസാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഭക്തിഗാനം വെക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു 2 പാട്ടൊക്കെ വെക്കുമ്പോഴേക്കും പിള്ളേർക്കൊക്കെ മടുക്കും കേട്ടോ. പിള്ളേർക്ക് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് അതല്ലേ അവരുടെ പ്രിയം. ജിംബ നല്ല സുഖണ്ടാ? നല്ല സുഖണ്ട്. കണ്ണാ കണ്ണാ വീട് വരയ്ക്കണേ. ഞാൻ നേരത്തെ വീട് വരച്ച് കാണിച്ചു കൊടുത്തേ. ഗൈസ് അങ്ങനെ ദേ അമ്മ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അവിടുത്തെ ആദ്യ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കിടക്കുക റൂമിൽ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ റൂമിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ രാവിലെ അമ്മ നേരത്തെ എണീക്കും. എന്നിട്ട് അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കില്ല. രാവിലെ ഞങ്ങൾ കണ്ണൻ എണീക്കാൻ ഒത്തിരി ലേറ്റ് ആവും. കണ്ണൻ എണീക്കാൻ എന്തായാലും ഒരു 7:30-8 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അവന് എണീക്കണം മുന്നേ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ എണീറ്റാൽ പിന്നെ ആകെ തിരക്കാവും. അപ്പം അവൻ എണീക്കുന്നത് ഞാൻ അങ്ങനെ കിടക്കും, എഡിറ്റ് ചെയ്യും, വീഡിയോയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അമ്മതേ രാവിലെ ഇത്ര ആക്കിയിട്ട് ഞാൻ കാണിച്ചു. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടത് അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇത് അടുക്കളതൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ജസ്റ്റ് മിനുക്കുമണിയോടുകൂടെ പരിപാടികൾ അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ പരിപാടി. എന്നിട്ട് ഇപ്പോൾ എണീറ്റ് കുളിച്ചു. കാരണം 9 മണിയാകുമ്പോഴേക്ക് കുളി കഴിയണം, ഇല്ലാന്നുണ്ടെങ്കിൽ നീരിറക്കം ഒക്കെ വരും. അപ്പോൾ ആ പരിപാടിയൊക്കെയാണ്. ഇത് മക്കൾക്ക് പനിക്കൂർക്കടയെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീരൊന്നും എടുക്കട്ടെ കേട്ടോ.
പിന്നെ എല്ലാവർക്കും ചുമയാണ്. അപ്പൊക്കെ എന്നാലും എന്തോ ഒരു ചുമയായിരുന്നു അറിയോ, ഭയങ്കര ചുമയായിരുന്നു. ഇതുണ്ടല്ലോ നമ്മൾ നീര്, ഞാൻ ഒന്നില്ല അടുക്കളയിൽ നിന്ന് ഒതുക്കിയിട്ട് വരാം. ഈ പനിക്കൂർക്കയുടെ ഇലയുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ആവിയിൽ വെക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ സ്റ്റീലിൻ്റെ അടുപ്പാണ്, അതായത് പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നീരെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നീറ്റലുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ റോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലാവും കേട്ടോ. ഭയങ്കര നീര് കുറവായിട്ടൊന്നും ചോറുള്ള തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളൊന്നും വെച്ചിട്ടില്ല. അപ്പൊ മറ്റേത് വെക്കാലോ. മടിയൊന്നും നീക്കിട്ടേ ഇല്ല. വെള്ളത്തിലിട്ട് വെക്കണം അല്ലേ? ശരിക്കും രാവിലെ ഉണ്ടാക്കുമ്പോ രാത്രി ഇട്ട് വെക്കണം അത്ര കേട്ടോ. അതെ തിരക്കില്ലാന്നല്ലേ? ചേച്ചിയാ ജിംബുവാ കണ്ണമ്മ കേറാ നോക്കട്ടെ ജിംബ നോക്കി കണ്ണ കണ്ണത് കൂടെ നോക്ക്. ഹലോ നിക്ക് ജിംബ നോക്കിയേ. ഞാൻ കണ്ണനെ ജിംബങ്ങടാക്കി അവൾക്ക് പഠിക്കാൻ പരിപാടി നടക്കണില്ല അവിടെ. അമ്മ അങ്ങനെ പണിയെടുക്കരുത് കേട്ടോ, ഇങ്ങനെ പണിയെടുക്കരുത് അറിയാം, ഇങ്ങനെ പണിയെടുക്കരുത് അറിയാമ്മ കേട്ടോ. ഒന്നു പൊന്ന് സൂക്ഷിച്ചിറങ്ങ വീട് പതിയെ ഇറങ്ങ. പതിയെ പതിയെ. അപ്പൊ അവരൊരു ചിരി. അതെ അമ്മ ഒരു കാര്യണ്ടല്ലോ, പിന്നെ എവിടെയാ മില്ലറ്റ്? എവിടെ വെച്ചെന്ന്? അമ്മ പനിക്കൂർക്കടെല്ലാം കഴിച്ചാ? ഇതൊക്കെ അന്നം വരുന്നുട്ടാ. അപ്പുക്കുട്ടിന് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അമ്മ. അതെന്തിനാന്നറിയോ? നോക്ക് എന്തിനാന്നറിയോടാ? ചുമ വരാതിരിക്കാൻ രാത്രി എന്തൊരു ചുമയെന്നറിയോ? ജിമ്മ എന്താ ചെയ്യണേ? ജിമ്മ അവിടെ എടുത്ത് വെച്ചവളെ മുത്ത്. ഇതൊന്നും നടക്കില്ല മക്കളുടെ അടുത്ത്. അവനോട് ഒതുങ്ങിയിരിക്കട്ടാ. എന്റെ അപ്പൊ വെള്ളം എന്തിനാ അങ്ങോട്ട് ആക്കണ കണ്ണ? എന്താ ഇതിലൊക്കെ കൊറേ കേട് നിന്നു.
ഒന്നും വേണ്ട. നീര് കുടിക്കുക. നല്ല കഴുകിട്ടേ ജ്യൂസ് അടിക്കാൻ അരിച്ചാ അതിന് എന്തിനാ ജ്യൂസ് ഇവിടെ ഇങ്ങനെ കഴിക്കുക? കടിച്ച് ഇന്ദു കൊണ്ട മാങ്ങയില് നല്ല രസമുണ്ട്. അയ്യോ സത്യം. അറിയോ അതിന്റെ വേറെ അത് വെറും ചോപ്പ്. അത് ചോപ്പാണ്, കളറില്ല. പക്ഷെ നല്ല രസമുണ്ട്. പുളിയുണ്ട്, മധുരമുണ്ട്. ഇതെങ്ങനെയൊക്കെ താങ്ങിക്കൊടുന്നു രാവിലെ മുട്ട 2 കാലം ഒരാഴ്ച പറയാം. അത് മധുരല്ലേന്നോ? അമ്മ സ്പീഡ് കുറച്ചു കൊടുക്കമ്മ. ആ കാണുന്നത് നല്ല ഇഷ്ടമ്മ. ഫുള്ളായിട്ട് ആ കുട്ടിയൊക്കെ മൂക്കുത്തിയാലോ കളിക്കലൊക്കെ കേമാണേ. അമ്മ അതിനൊന്ന് പിടിക്കാൻ ഇറങ്ങാനാവണമ്മ. മതിയായോ? അവരിപ്പോ വടി കിട്ടണം, അല്ലെങ്കിൽ പൈപ്പ് കൊടുക്കാം. ആ വടി കൊടുക്കമ്മ. കുഞ്ഞിതേ തല്ലിയാണ് കൂടി ഒരു കുഞ്ഞു വടി എടുത്താ മതി, പൊട്ടിച്ചതി. ഹായ്. പിന്നെ അമ്മ രാസ്നാഥ് പൊടി എവിടെ അമ്മ? ഏതിലാ? അല്ല ഏതിലാ? അമ്മ അങ്ങോട്ട് വന്നമ്മ കാണാൻ ഡ്രസ് എന്റെ വായിലിടുന്ന ആട്ടൊന്നെ തുപ്പിയെ തുപ്പ് നോക്കട്ടെ. പാല് കുടിച്ചിട്ടുണ്ട് അമ്മ. അമ്മ പറഞ്ഞേ നല്ല രസമുണ്ടമ്മ. ഇത് ഒട്ടിച്ചതാണോ? കണ്ണം കിടക്കണ കാണിച്ചോട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഈ കബോർഡിൽ സെറ്റ് ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ കബോർഡിൽ ഇപ്പോൾ ഒന്നും വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ചുമരായതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കിനിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ തുണികളൊന്നും വെക്കാൻ പറ്റുന്നില്ല, ഒക്കെ ദ്രവിക്കുക. അപ്പം എല്ലാവരുടെയും ഇപ്പം ഇതിലും അപ്പുറത്തെ ബാത്റൂമിൻ്റെ അപ്പുറത്തെ റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൊള്ളുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ റൂമിൽ കാണുന്നതൊക്കെ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ, ഈ കുഞ്ഞു ബെഡിൽ മാത്രം കേട്ടോ. അപ്പുറത്ത് പിന്നെ പുതപ്പുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. ബട്ട് ഇന്നലത്തോടുകൂടെ ഞാൻ ആ കബോർഡെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം മക്കളുടെയും ഒക്കെ അവിടെ വെച്ചു, എൻ്റെയും കണ്ണൻ്റെയും മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ജിമ്പുവിൻ്റെയും അപ്പൂൻ്റെയും. എൻ്റെതൊന്നും വെക്കാനുള്ള സ്ഥലമില്ല ഇപ്പോൾ തൽക്കാലം പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിഞ്ചു വന്നു കഴിഞ്ഞാലൊക്കെ ഇതുപോലെ ഇങ്ങനെ കബോർഡുകളൊക്കെ വൃത്തിയാക്കട്ടെ. കാരണം അമ്മയ്ക്ക് ഭയങ്കര അലർജി ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കബോർഡുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഈ സ്റ്റോർ റൂം അല്ലെങ്കിൽ റൂമുകൾ ഒക്കെ ഞങ്ങളാണ് വൃത്തിയാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കണ്ണൻ എന്തായാലും സെറ്റാണ്. കാരണം കണ്ണൻ ഇങ്ങനെ തുണിയുടെ തൊട്ടിലിട്ട് കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ട് അവിടെ കിടത്താണ് കേട്ടോ. എ സിയും കൂടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഉഷ്ണാവും കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ
ഭയങ്കര ഉഷ്ണം എന്ന് വെച്ചാൽ അത്രയും സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമാണ് കേട്ടോ. പ്രാവശ്യം ഞാൻ ഇതുവരെ ഇവിടെ നിന്നിട്ട് ഇത്ര ഉഷ്ണം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കുന്നുണ്ടായിരുന്നു കേട്ടോ, നിറച്ചുണ്ടായിരുന്നു. ഇങ്ങനെ കബോർഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിടുന്നു, മടക്കി വയ്ക്കുന്നു. കാരണം കുറേ കളയാനുണ്ടായിരുന്നു. കാരണം മക്കളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിന്നപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല. കാരണം കണ്ടോ, ഇതൊക്കെ അമ്മയുടെയൊക്കെയാണ്. പക്ഷേ ഒക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ആകെ സ്ഥലമില്ലായിട്ട് അമ്മ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോഴേക്കൊക്കെ ആകെ മറ്റേ അലമാരത്തൊക്കെ ആകെ അലമ്പായി. അപ്പോൾ അമ്മ എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കുറേശ്ശെ കൊടുന്ന് വെക്കും. കാരണം ഒരു കബോർഡ് കേടുവന്നു, മറ്റേ കബോർഡ് കേടുവന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ കബോർഡിൽ ഇതുപോലെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ചെയ്തപ്പോൾ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ കിനിവ് വരുന്നതൊക്കെ ഒരു പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്യാം കേട്ടോ. കുളി കഴിഞ്ഞ് എത്ര മാങ്ങ കഴിച്ചു? മാങ്ങ എത്ര കഴിച്ചു? ഞാൻ 15 കഴിച്ചു. ഇതാരാ കഴിച്ചു? ഫാമിലി ഡ്രസ് ഇട്ടിരിക്കണേ. ഗൈസ്, ഞങ്ങളെ കണ്ണം ബേബിയുടെ പോട്ടിയിലിരിക്കണു. കണ്ണ അതൊന്നും വരയ്ക്കില്ലേ, അത് വേണ്ട. ഇത് ഞങ്ങൾക്ക് എന്താ അതിൻ്റെ പേര്? ചാമരി. ചാമയാണ് കേട്ടോ അരി. ചാമരി മതി. ചാമരി. ഇന്ന് എന്തൊക്കെയാ കറി? അമ്മ ഉണ്ടാക്കണോണ്ട് എന്തൊക്കെയാന്ന് അറിയണമെന്നില്ല. ഇന്നലത്തെ കറിയല്ലേ? ആ ആ രാത്രിക്കും വേണ്ടേ? ഇത് അമ്മയുടെ സ്വന്തം പയർ. അമ്മ ഇന്നലത്തെ ഉപ്പേരില്ലേ? ആ അപ്പൊ ഞാനത് കഴിക്കാം. കേടുവന്നോ? ഇല്ല നീ കുറച്ച് തായോ, എനിക്ക് കുറെ നാളെ. ആ അത്ര മതി. ഇനിയില്ലല്ലോ, ഇനി കറിയില്ലല്ലോ. കടലക്കറി ഇല്ലേ, അതും കൂടി നന്നോ. മീനും വേണ്ട. ചട്ടി എന്തായാലും അടിപൊളി ചട്ടിയല്ലേ അത്. അവിടെ വെക്കണ്ട, കണ്ണെടുക്കും. ആ ഗ്രേവി വേണ്ട കേട്ടോ. മതി 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 മതി.
എനിക്ക് കോവയ്ക്കല്ലേ. ആഹാ അത് ഫുള്ളാണ്ട് എടുത്തു. എങ്ങനെയുണ്ട് ചോറ്? അതെ, ആ പാക്കറ്റ് ഒന്ന് എടുക്കാമ. ഇത് നമ്മളുണ്ടാക്കി ചാമരി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, രസമൊക്കെ ഉണ്ട് കേട്ടമ്മ. ഞാനതുകൊണ്ടല്ലേ ദോശ ഉണ്ടാക്കിയാണ്. അത് കുഴപ്പമില്ല, കോടപ്പുല്ല് ഇതല്ലേ നമ്മളുണ്ടാക്കി. ഏതായാലും കുഴപ്പമില്ല. ഈ ബ്രാൻഡിന്റെ കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആർക്കും താല്പര്യം ഇടുന്നെങ്കിൽ ഈ ബ്രാൻഡിന്റെ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാനല്ല അമ്മ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇതല്ലേ? ഇത് ചാമരി ഇല്ല കേട്ടോ, ഇത് വരക് കോടപ്പുല്ല് പോലെയാണ്. കഴിച്ച് കഴിഞ്ഞാൽ നടക്കണം. അത് വടി വിടണ്ട്. തരിക. ഓക്കെ, ഇനി ഞാൻ പറയണേ. എന്ത് വീണു ഗൈസ്? ഇന്ന് നമ്മൾ ഉണ്ടാക്കിയതുണ്ടല്ലോ കോഡോ മില്ലറ്റ്, വരക് അല്ലെങ്കിൽ എന്താ പേര് പറയാ, കോടപ്പുല്ല്, ചാമരിയുടെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചാമരിയാണ്. എന്താ വേണ്ടേ? അമ്മമ്മ കൊണ്ടുപോവായോ? എടുക്കാനാണെങ്കിൽ അവനിപ്പോ ഞാൻ കറിയത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല, എരിവാവും. അല്ല, അത്ര എരിവില്ല അല്ലേ ഇതിവിടെ. കഴിക്കണോ? ആർക്കെങ്കിലും അപ്പോൾ മില്ലറ്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എത്ര 9 വെറൈറ്റീസ് ഓഫ് മില്ലറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. ഇതാ കണ്ണൻ ഫോണിൽ നോക്കുക. അതുപോലെ അവിടെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാനതിൽ ടാഗ് ചെയ്തിടാം. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഓക്കെ, ബൈ. എന്താ? ഏയ് വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ടല്ലേ. കണ്ണാ ജിംബോ, നല്ല രസമുണ്ട് ജിംബ. ഹാപ്പി വെക്കേഷൻ. ശരി, വീട്ടില് കണ്ണാ. தூக்கிட்டு போனேல இருந்து அம்மா ஒண்ணுமே சாப்பிடலப்பா. വിഷു ആഘോഷിക്കാൻ നമ്മുടെ അങ്ങനെ കടമുണ്ടല്ലേ? ജിത്തുവിനെ നോക്കി വരുന്നൊക്കെ ബാക്കിലോട്ട് കാണാം. കണ്ണാ, ചേട്ടന്മാര് വന്നോ? ജിമ്പ ചേച്ചി ഇവിടെ നല്ല തിരക്കില്ല. കഴുകിയ മോൾ. അയ്യയ്യേ, ആകെ അലമ്പാവും ജിമ്പുവോ. ഇനി പാത്രം വെച്ചിട്ട് വേണം അതൊന്ന് എടുത്ത് കൊണ്ടോ, അല്ലെങ്കിൽ താഴെ കൂടെ ഒക്കെ പോകും. അയ്യോ കണ്ണൻ. കണ്ണാ ആ കണ്ണനെത്തിയല്ലോ. എങ്ങോട്ടാ? എടാ പട്ടി, ആരുടെടാ? അമ്മച്ചനല്ലേ ഇവിടെ? ഇപ്പൊ വെള്ളം കളഞ്ഞു ഇങ്ങനെ മുറ്റത്ത് കൂടെ ആകെ വെള്ളം അവിടെ. അപ്പൊ നിങ്ങളെ കാലം കൂടെ ആകെ വെള്ളം. ഇപ്പൊ അങ്ങ് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്തമ്മ
പിന്നെ എങ്ങനെ വേണ്ട പറയാ ചോറിൽ ഹോർലിക്സാ എങ്ങനെ വേണ്ട ഇതില് മതിയോ ആ അപ്പൊ അമ്മ ഇതിൽ ഇട്ടുതരാം അപ്പൊ കരയണ്ടേ കരയല്ല അമ്മ ഇതിൽ ഇട്ടുതരാം അമ്മമ്മക്ക് വരുന്നവരെ അത് കാണിച്ചു കൊടുക്കാന് ചോറ് വരുമ്പോ പിന്നാക്കം തോന്നുന്നു കണ്ണ ഒളിച്ചു കളിയാണ് കേട്ടോ അല്ല കണ്ണേട്ടി കളിയാണേ അപ്പൊ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ അതാ കണ്ണന്റെ ചെരുപ്പഴിഞ്ഞു കാല് വേണിച്ചിണ്ടടാ അമ്മ കണ്ണന് പേടിയാണേ ജൂലി ജിമ്മിന് കാണണ്ടോ ഇല്ലയെന്ന് കണ്ണൻ അടുത്തുണ്ടാവാൻ പറയാം തിരിച്ചു പോര് റൈറ്റിക്ക് ആ തിരിച്ചു പോന്നോ ഹായ് ഞാനാ കണ്ണന്റെ വാല് കെട്ടി കൊടുത്തായിരുന്നോ ചവിട്ടു ജിമ്മക്കുട്ടി ചെരുപ്പ് ചെരുപ്പില്ലേ ഇല്ലതാ വൈറ്റ് അമ്മ വൈറ്റേക്ക് ഇഷ്ട അത് വരുമ്പോ വേറെ വാങ്ങിക്ക അതാ ജിമ്മ അവിടെ ഒന്നുമില്ല വൈറ്റ് ഇട്ടുകൊടുക്കണോ ആ വൈറ്റാണ് പുതിയ ചെരുപ്പമ്മ 300 രൂപ 300 രൂപ അതാന്ന് പറഞ്ഞു പോവും എടാ പതിയെ അങ്ങനെ കണ്ണനുണ്ട് കേട്ടാ ജൂലി കണ്ണൻ ബേബി ജൂലി അത് ഈ കണ്ണൻ്റെ അടുത്തിട്ടാ അങ്ങി നടന്ന് ഞാൻ പറയാ അടുത്തെത്തുമ്പോ അത് അടുത്തെത്തി കണ്ണ നടക്കണമെങ്കിൽ എവിടേക്കാ കണ്ണാ അമ്പടാ ആ കറിക്ക അമ്മ പിടിക്കാം അങ്ങോട്ട് പോവാൻ പറ്റില്ലടാ പൊന്നാ കൈ പിടിക്കും അമ്മ ഒന്ന് ഇവിടെ വരൂ ഞാനൊന്ന് അടിച്ചു വരി തുടക്കട്ടെ എന്നാല് ഇല്ലില്ല അല്ല വീഴും 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 ജൂലി വിളിച്ചേക്കണ്ണ ജൂലി ഹായ് എന്ന് കണ്ണൻ ഹായ് ജൂലി സന്തോഷായിട്ടുണ്ടാവും കണ്ണ മൂന്നാറ് വന്ന ഫീൽ ഉണ്ടല്ലോ ഒന്നും പുകയായിട്ട് എവിടെയോ ഒരു പുക ഉണ്ട് ഷോ അമ്മൂട്ടില്ല എന്നിട്ട് ഒരു രസമില്ല അല്ലേ അതാ എടാ ഒന്നും കിട്ടുന്നുണ്ടോ അവന് ഭയങ്കര പേടിയിട്ട പശുവിനെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ കറിയൂട്ടോ അവന്ന് കാണിച്ചു നോക്കിക്കണ്ണ പശുക്കുട്ടൻ ഹായ്
ഐ ഒരെണ്ണം വലുത്, അതിനൊക്കെ ചെറുത്, അതിനൊക്കെ ചെറുത്. അത് കാട്ടാളൊക്കെ ഇട്ടിരിക്കണേ, പെല്ലറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കറി കേട്ടോ. കുത്തൂടാ കുത്തൂടാ മൊട്ടച്ചിയാ. അയ്യോ ഇതിന് കൊമ്പോ. ഇത് പെണ്ണാണോ? മൊട്ടച്ചി. അത് അതിന് കൊമ്പ് വരുന്നുണ്ട്, അതിന്റെ കുട്ടിയാ. അതിന് കൊമ്പ് വരുന്നുണ്ടല്ലേ. ജൂലി കണ്ണാ ഒമ്പ പേടിയോടാ പാവം. വിടാറുണ്ടടാ. നാളെ എന്നിട്ട് മലയിൽ പോണ്ടേ? എന്നാ അവനെ നിർത്തി ഞാൻ മൾബറി ഉണ്ടാക്കട്ടെ. നീ തിരക്കില്ല? പാമ്പുണ്ടാവോ? പാമ്പുണ്ടാവൂടാ? ഐ ഇത് കൂടെ ഇപ്പൊ വഴിയൊക്കെ ഉണ്ടാക്കിയാ. അതടിപൊളിയായിട്ടാ. എന്താ മൾബറി എവിടെ? കൊറേ ഉണ്ടല്ലോടാ. ഓ എന്തൊരു പുളിയാവും. ആ അതെ ഇത് കണ്ണൻ കഴിച്ചോ? കണ്ണ എവിടെ? ഇല്ലടാ. എത്തുക നിനക്ക്? അതെടാ അയ്യോടാ. അത് കണ്ണനും എടുത്തോ? സ്ട്രൈറ്റ് ഫ്രം മൾബറി. എടാ അത് കൊറേ ഉണ്ടല്ലോടാ. അവരെന്നെ പറിക്കാറുണ്ടോ? കണ്ണന് വേണോ? നല്ല പറ്റീനോ? ഒരു പൊടിയുള്ള കൊടുക്കാട്ടെ ഡെയിലി നമുക്ക്. അപ്പൊ റിയാക്ഷൻ നോക്കാം. പുറത്തിറങ്ങാം. ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വരികയാണ്. നീ തന്നെ ഇങ്ങനെ അയ്യോ എന്ത് പറ്റി? കുട്ടിയെന്നാളെ പാർട്ടിക്ക് ആലോചിക്കാൻ പോകുമ്പോഴേ അപ്പൊ അമ്മ അതൊന്നും കൂലില്ലേ അടുത്ത പാർട്ടി അമ്മടുക്കവാ. അയ്യോ ഇല്ല. അമ്മടുക്കവാ. ഞാൻ എടുക്കണ്ടേ? ചേച്ചി ഇങ്ങോട്ട് വെക്കവാ. വേണ്ട ജൂലി 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 കണ്ണനൊന്നും ചെയ്യല്ലേ. ജിംബ എന്താ അവര് പോയിട്ടില്ലേ? ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ഹായ് പറഞ്ഞ അമ്മമ്മോട്. ഹായ് പറഞ്ഞ
ഹായ് പറയും. ഹായ്. നമ്മെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആഘോഷത്തെ ആ ബാലകൻ തടഞ്ഞുവച്ചിരിക്കുകയാണ്. നാം ഘോരമായ ഇടിയും അങ്ങനെ ഒരു 7 മണി 7:00 കൂടെ നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. ഈ ഭാഗങ്ങളിൽ കോട്ടുരുമാന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കേട്ടോ, ഒരു പ്രാണിയാണ്. അപ്പോൾ 7:30 ഒക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കിടക്കണം. പക്ഷേ ഇന്ന് ഇവർ കുട്ടികൾ കുളി കഴിഞ്ഞതും ഒക്കെ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് 7:30 ഒക്കെ ആയപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് 8 മണിയോട് കൂടിയാണ് കിടക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കോട്ടുരുമ നിറയെ വന്നു. ഇല്ല, എല്ലാ വീടുകളിലും അങ്ങനെയാണ് കേട്ടോ. നേരത്തെ കഴിച്ചിട്ട് നേരത്തെ കിടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, അങ്ങനെ കുഴപ്പമില്ല. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് കിടക്കുക. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം ഇത് ചെവിയിലും ഒക്കെ ഉണ്ട്, ചെവിയിലൊക്കെ ഉണ്ടെന്നല്ല, ചെവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ഒരു ആസിഡുമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഈ ഒരു കോട്ടുരുമേനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഈ സംഭവത്തിനെ കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം. അതുകൊണ്ട് നമ്മളിപ്പോൾ രാത്രി വേഗം കിടന്നുറങ്ങുകയാണ് എല്ലാ വീടുകളിലും പതിവ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.